ഇവിടുന്നുള്ള വ്യൂ ആണ് കേട്ടോ. അഗാധമായ കൊക്ക, അടിയിൽ നല്ല പച്ച താഴ്വാരം. എന്ത് രസാറിയോ. ഇതാണ് നമ്മളെ ടിക്കറ്റ് ഇട്ടാ. മാത്തേരന്ന് അമാൻ ലോഡ്ജ് വരെയുള്ള ടിക്കറ്റ് ആണത്. 4 ആൾക്ക് 220 ആണ്. എന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ്. അതേപോലെ ഈ ഭാഗത്ത് 2-3 ഫോളോ അതും കാണുന്നുണ്ട്. ഹലോ, ഇക്ബാലാണ്. നമ്മള് മാത്തേരൻ തന്നെ ഉള്ളത് കേട്ടാ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇന്നിപ്പോ പുതിയൊരു മോർണിംഗ് ആണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മാത്തേരനിലെ 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മളെ റൂട്ട് മാത്തേരൻ റെയിൽവേ സ്റ്റേഷനുണ്ട്, ടോയ് ട്രെയിൻ ഉള്ള. അവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് പിന്നെ അമാൻ ലോഡ്ജ് തന്നെ വേറൊരു സ്റ്റേഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു 5-10 യാത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ആ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. പിന്നെ അവിടുന്ന് 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. എക്കോ പോയിന്റ്, മങ്കി പോയിന്റ്, അതേപോലെ മൈറ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ വ്യൂ പോയിന്റുകൾ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. അപ്പൊ അത് ഞങ്ങള് പിന്നെ റൂം വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 8:20 ഫസ്റ്റ് ട്രെയിൻ. കഴിഞ്ഞാൽ പിന്നെ 9:20 തോന്നുന്നത്. ഒരു 3/4 മണിക്കൂർ മുമ്പ് സ്റ്റേഷനിലേക്ക് എത്തണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കാഴ്ചകൾ കാണാം. റൂമിന്റെ കോലൊക്കെ നോക്കൂ. ഇതൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള കേട്ടാ. ബ്ലാങ്കറ്റുകളൊക്കെ മടക്കി വെക്കാണ്ട്. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാ. പിന്നെ ജാഫറൊക്കെ റെഡി ആവുന്നു. സഫീർ റെഡിയായി. ഷാഫിദ് അവിടെ ഉണ്ട്. ആഷ് വരുന്നതാ. അപ്പോൾ നമ്മളെ റൂമിന്റെ കാഴ്ചയാണ്. വലിയ ഒരു സ്മാർട്ട് TV ഉണ്ട്. അതുപോലെ AC ഉണ്ട്. വലിയ റൂമാണ്, വിശാലമായ റൂമാട്ടാ. ഞങ്ങള് 5 പേരും, അപ്പുറത്തെ റൂമിൽ 5 പേരും, അങ്ങനെയാണ് കിടന്നത്. കുറെ ബെഡുകളുണ്ട്, തലയണുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ മാത്തേരൻ ട്രിപ്പ് പറഞ്ഞ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മാത്തേരന്റെ ബാക്കി കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം. നമുക്ക് അപ്പുറത്തെ റൂമിലൊന്ന് പോയൊക്കെ എന്താ അവസ്ഥ ആണ്. ഷബാബൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹഫ്സിൻ ബാത്റൂമിലാണ്. എല്ലാതും കഴിഞ്ഞില്ലേ? എന്താ ജാമോ? ബാബുദീന് വെറും പറ്റി ജാം കഴിക്കണം. തടി ഓർക്കാനാണ്. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ഇതാ പിന്നെ ജാഫറും ബാബൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ടോയ് ട്രെയിന് എടുത്തിട്ട് അമാൻ ലോഡ്ജ് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകണം. ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകും. 9:20 വണ്ടി ഉള്ളത്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായി. പോയി നോക്കട്ടെ ടിക്കറ്റ് റഷാണോ അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ടോയ് ട്രെയിൻ കിട്ടിയാലേ അതിനുള്ള വ്യൂ അതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് സെൻട്രൽ മാർക്കറ്റാണ് മാത്തേരൻ. എല്ലാ കടകളും ക്ലോസ് ആണ്. രാത്രി കുറച്ച് വൈകി അടക്കുന്നതുകൊണ്ടാണ് ഇവര് രാവിലെ തുറക്കാൻ കുറച്ച് വൈകുന്നത്. 9 മണിയൊക്കെ കഴിഞ്ഞല്ലോ രാവിലെ. ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുന്ന കാഴ്ച. അതൊക്കെ സഫീറും വരൊക്കെ വരുന്നത്. ഭക്ഷണം കഴിച്ചില്ലല്ലോ? ടിക്കറ്റ് എടുത്തില്ല. ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. പെട്ടെന്ന് വന്നാല് ട്രെയിൻ കിട്ടും. അപ്പൊ ഇതാണ് മാത്തേരൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ട് ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. അപ്പൊ നമ്മുടെ വണ്ടി വന്നു കേട്ടാ. ഒരാൾക്ക് 4 ആൾക്ക് 220. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ.
അപ്പൊ ഞങ്ങള് ട്രെയിനിൽ കയറിട്ടാ മാത്തേരുന്ന് അമ്മാൻ ലോഡ്ജിക്കുള്ള ട്രെയിനില് 9:10 ഈ ട്രെയിന് ഇവിടുന്ന് മാത്തേരുന്ന് അമ്മാൻ ലോഡ്ജിക്ക് പോകണ്ടിട്ടാ. രാവിലെ 8:20 ഉണ്ടായിരുന്നു, അത് മിസ്സായി. 9:10 ഇനി 10:20 ഒന്നുണ്ട്. അത് ശനി വീക്കെൻഡില് 3 പ്രാവശ്യം ഉണ്ട്. 10:20 വരെ ഉണ്ട് സ്പെഷ്യൽ വണ്ടി. അപ്പൊ എന്തായാലും പോകുമ്പോഴുള്ള കാഴ്ച കാണാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇട്ടാ. മാത്തേരുന്ന് അമ്മാൻ ലോഡ്ജ് വരെയുള്ള ടിക്കറ്റ് ആണത്. 4 ആൾക്ക് 220 അപ്പൊ നമ്മള് വണ്ടി പുറപ്പെട്ടു കേട്ടാ. പിന്നെ ഈ പുറത്തുള്ള വ്യൂകൾ കാണാം. ആകെ 3-4 കമ്പാർട്ട്മെന്റ് ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ്സും പിന്നെ ജനറൽ ഒരു ബോഗിയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ടിക്കറ്റ് ഫില്ലാവും. അപ്പൊ നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിന്റെ ഒരു 3/4 മണിക്കൂർ മുന്നേ വന്നിട്ട് ടിക്കറ്റ് എടുത്തു നോക്കണം, എന്നാലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഞങ്ങള് വന്ന് ഒരു 10 മിനിറ്റ് മുന്നെയാണ്. അപ്പൊ ടിക്കറ്റ് കിട്ടി. ആകെ 5-6 ടിക്കറ്റ് ഉള്ളായിരുന്നു. നമ്മളെ കമ്പാർട്ട്മെന്റിലുള്ള ആളുകളാണ് അതൊക്കെ. ഇതാണ് ഈ ടോയ് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്. ജാഫർ അവിടെ ഉണ്ട്, ബാബു അവിടെ ഉണ്ട്. അപ്പോ നമ്മളെ യാത്ര അമ്മാൻ ലോഡ്ജിക്ക് ഏകദേശം എത്താറായി. ആകെ 5-10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നടന്ന റൂട്ടാണ് കേട്ടോ. രാത്രി നടന്നു വന്ന വഴിയാണ്. ചെറിയ ചാറ്റൽ മഴയും കോടയുണ്ട്. അതിന്റെ അടിയിലൂടെയാണ് ഈ ടോയ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഗ്രാമത്തിലെ താമസിക്കുന്ന ആളുകളുടെ വീടുകളാണ്. പിന്നെ കുറെ സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ റൂം കിട്ടാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറെ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ റൂമുകളും ഒക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ഉണ്ട്. അപ്പോ നമ്മള് ലാസ്റ്റ് ഫൈനൽ സ്റ്റേഷനായ അമ്മാൻ ലോഡ്ജ് എത്തിട്ടാ. അമ്മാൻ ലോഡ്ജിക്കാണ് ഇപ്പൊ എൻട്രി ചെയ്യുന്നത്. മനോഹരമായ ആ സ്റ്റേഷന്റെ കാഴ്ചയാണ്. ഇവിടുന്ന് നമ്മൾ കയറി മാത്തേരൻക്ക് മാത്രമേ ഈ മൺസൂൺ സർവീസ് ഉള്ളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇത്രയും ആളുകൾ ഇനി മാത്തേരൻക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇരുട്ടായി. അപ്പൊ ഇതാണ് നമ്മളെ ടോയ് ട്രെയിൻ കേട്ടാ. അമ്മാൻ ലോഡ്ജിന്റെ കാഴ്ചയാണത്. അമ്മാൻ ലോഡ്ജിന്റെ സ്റ്റേഷൻ. നമ്മൾ വന്ന ടോയ് ട്രെയിന് തിരിച്ച് മാത്തേരൻക്ക് തന്നെ പോവാണ്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് അമ്മാൻ ലോഡ്ജിന്റെ പ്രവേശന കവാട കേട്ടോ. വെൽക്കം ടു മാത്തേരൻ. അതാണ് സ്റ്റേഷന്. ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ. ഇവിടെ ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അമ്മാൻ ലോഡ്ജിക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കാഴ്ചയാണ്. മാത്തേരൻ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് നമ്മൾ ഈ റെയിൽവേ ട്രാക്ക് കൂടി നടക്കുക കേട്ടോ. ഇത് നേരാൽക്കുള്ള ട്രാക്കാണ്.
ഇപ്പൊ മൺസൂൺ ആയിട്ട് ഇതിലെ സർവീസ് ഇല്ല. ഈ അമാൻ ലോഡ്ജ് വരെ സർവീസ് പോകും. അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഈ റെയിൽവേ ട്രാക്കിലൂടെ മാത്തേരൻ ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ ട്രാക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഗാർബറ്റ് പോയിന്റ് എന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടക്കുന്നത്. കുറേ ടൂറിസ്റ്റുകൾ ഓപ്പോസിറ്റിലും ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗാർബറ്റ് പോയിന്റിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം. ഈ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആണ് നമുക്ക് ഗാർബറ്റ് പോയിന്റിലേക്ക് പോകാനുള്ളത്. ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. കുറെ ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഏകദേശം ഒരു തിക്ക് ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ ഈ ഗാർബറ്റ് പോയിന്റിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. ഗാർബറ്റ് പോയിന്റിലേക്ക് പോകുന്ന വഴിയാട്ടത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു വ്യൂ കണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു മനോഹരമായിട്ടൊരു വാട്ടർഫോള് ആ ഒരു മലന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ്. അതേപോലെ ഈ ഭാഗത്ത് 2-3 ഫോളോ അതും കാണുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ കുറെ ആളുകൾ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ നിന്നിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഇഷ്ടംപോലെ വാട്ടർഫോൾ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വാട്ടർഫോളുകൾ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിലെങ്ങനെ വരുമ്പോൾ ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇതിൻ്റെ പേരാ മറന്നു, ഞാൻ ഇവിടെ ആലോചിച്ചിട്ട് പറഞ്ഞു തരാം. ഫുള്ള് കോട മൂടിയതാണ്. താഴ്ഭാഗത്തൊക്കെ മൊത്തം കോടയാണ്. ഈ 2 ഭാഗത്തും ഇതാട്ടോ വലിയ അഗാധമായ കൊക്കയാണ്. നടുക്കിൽ ഒരു നമുക്ക് ചെയ്യാൻ പോയതാണ്. ഈ നടുക്കിലൊരു വ്യൂ പോയിന്റാണ്, ഒരു മൺതിട്ട പോലെ. അസാധ്യ വ്യൂ ആണ് താഴ്ഭാഗത്ത്. നല്ല കാറ്റും. എന്തായാലും താഴ്ഭാഗത്ത് എന്തെങ്കിലും വ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയൊക്കെ വെറ്റായിട്ട് വഴിക്കാൻ പോകുന്നു. ആ ഭാഗത്ത് അഗാധമായ കൊക്കയാണ്, ഈ ഭാഗത്ത് അഗാധമായ കൊക്കയാണ്, ഈ ഭാഗത്ത് അഗാധമായ ഒരു കൊക്കയാണ്. ഇതിന്റെ നടുക്കിലത് ഇങ്ങനെ ഒരു മൺതിട്ട പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കാണാറുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. അഗാധമായ കൊക്ക, അടിയിൽ നല്ല പച്ച താഴ്വാരം. എന്ത് രസാറിയാവും. കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടാ. മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക്. അപ്പൊ ഇതാണ് ഇവിടുന്നുള്ള വ്യൂ. അസാധ്യ വ്യൂ ആണ്. പച്ച കളറില് താഴ്വാരം ഇങ്ങനെ കിടക്കുക, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങള്. എന്തൊരു ഭംഗിയാണ് അറിയാം ഇവിടെ.
നമ്മൾ ഇന്നേ വരെ പോയത് വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗമാണ്. താഴ്ഭാഗത്തെ ധാരാളം വീടുകള്, ഈ ഗ്രാമത്തില് ഉള്ള ആളുകളുടെ വീടുകളാണ്. ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. എന്ത് രസം കാണാൻ. അപ്പൊ ഞങ്ങളെ ഈ ഗാർബറ്റ് വ്യൂ പോയിന്റ് നിന്ന് പോകുന്നുട്ടാ. ഏറ്റവും അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ വരണം. ഏകദേശം 2-2.5 കിലോമീറ്റർ നടക്കണ്ടേ നമ്മള്. പിന്നെ ആ ഒരു വഴിന്ന്, മെയിൻ വഴിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിൽ നടക്കാണ്ട് ഈ പോയിന്റ്. അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ ഈ ആ ഒരു നിൽക്കുന്ന പ്ലേസിന് 2 ഭാഗത്തും അഗാധമായ പൊക്ക മീൻസ് നല്ല പുൽമേടുകള്, നല്ല കാഴ്ച. അപ്പൊ സമയം ഏകദേശം 12:45. നമുക്ക് ഏകദേശം ഒരു 4 മണിക്ക് മാത്തരന്ന് നേരാല് പോകണം. രാത്രി 9 മണിക്കാണ് പനവേലിൽ നിന്ന് ട്രെയിൻ ഉള്ളത്. അപ്പൊ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് ഒരു 1-2 പോയിന്റ് ഉണ്ട്. മങ്കി പോയിന്റും മൈറ പറഞ്ഞിട്ട് വേറെ പോയിന്റും ഉണ്ട്. അതൊന്ന് പോയി നോക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ മൈറ പോയിന്റ് ആണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഗേജൊക്കെ എടുത്ത് വന്ന് മാത്തേരം കഴിഞ്ഞിട്ടാണ് മങ്കി പോയിന്റ് ഉള്ളത്. അതും കൂടി കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ കാഴ്ച നമുക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഗാർബറ്റ് പോയിന്റിലേക്ക് തിരിഞ്ഞില്ലേ, ആ ജംഗ്ഷനിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചായ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി നടക്കാൻ തീരുമാനിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. ഇവിടെ ഇരുന്നാൽ നമുക്ക് ട്രെയിൻ ഇങ്ങനെ ട്രാക്കിലൂടെ വരുന്ന ഒരു കാഴ്ചയും കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടന്ന് ഇപ്പോൾ മൈറ പറഞ്ഞൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടാ. ഇതിന്റെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പുകളാട്ടത്. ഇതിങ്ങനെ ഇറങ്ങി കുറച്ച് താഴോട്ട് നടക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പിലൊക്കെ ധാരാളം ഇലകളും അതുപോലെ വെള്ളം ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ഭാഗത്ത് നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം കേട്ടോ. ഇതാണ് മൈറ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നല്ല പച്ചപ്പുള്ളൊരു താഴ്വാരം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ അത്യാവശ്യം കോടയും മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടു തീർത്ത് വീണ്ടും റൂം ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അവിടെയുള്ള മാത്തേറൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്.
നമുക്ക് റോഡ് ഇങ്ങനെ പാരലായിട്ട് പോകുന്നത് കാണാം. ഈ ഷെഡൊക്കെ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മാത്തേറൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാ പോയിന്റുകളും കവർ ചെയ്തപ്പോൾ റൂമിൽ തിരിച്ചെത്തിയിട്ടാണ്. റൂമിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ ലഗേജും സംഗതികളും ഇവിടെ കീപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആവാണ്. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് 2-3 ആളുകളും ഫ്രഷായി ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി പോകുമ്പോൾ ഒരു പോയിന്റ് കൂടി കാണാനുണ്ട്. അതിന് സമയം ഉണ്ടെങ്കിൽ അത് കാണും, ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് മാത്തേറത്തെ കാഴ്ചകൾ. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വരുന്ന വഴിയായിട്ടത് ഇതാണ് ഞങ്ങൾ റൂമിൻ്റെ കാഴ്ച. ഹിരാൽ റെസിഡൻസി കേട്ടോ. ഇവിടെയാണ് നമ്മൾ റൂം എടുക്കുന്നത്. ഇത് നമ്മൾ ലഗേജൊക്കെ കീപ്പ് ചെയ്യുന്ന ഭാഗമാണ്. അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോട്ടിൽ ഞാൻ നടക്കുകയാണ്. റെഡിയായാലും റോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാനും ജാഫറും ഷാഫിയും ഇപ്പോൾ റോട്ടിലെത്തി. ഇതാണ് മാത്തേറൻ ജുമാ മസ്ജിദ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് അസർ നമസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ നേരാൽക്ക് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ മാത്തേറൻ ജുമാ മസ്ജിദ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ പള്ളീൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. മിമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ്. അത് ഇങ്ങനെ ഡോറ് ചാരി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ലൈറ്റ് ഇവിടെ നോക്കട്ടെ കേട്ടോ. ലൈറ്റോ കിട്ടി. അപ്പോൾ അത്യാവശ്യം ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്ത അത്യാവശ്യം വലിപ്പമുള്ളൊരു ജുമാ മസ്ജിദാണ് മാത്തേറൻ ജുമാ മസ്ജിദ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പ്രയറൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിട്ടാ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് മാത്തേറൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് എക്സിറ്റ് ആവണം. നമുക്ക് ഒരു വ്യൂ പോയിന്റ് കൂടി കാണാണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. പിന്നെ സമയം അധികമില്ല. നേരെ നമുക്ക് നേരാൽക്ക് എത്തണം. അപ്പോൾ ഇതാണ് മാത്തേറൻ്റെ എൻട്രൻസ് കവാടത്തേക്കുള്ള ആ ഒരു വഴി. ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ രാത്രിയായിരുന്നു. രാത്രിയിലെ കാഴ്ചയാണ് അതിലുണ്ടായിരുന്നത്. മനോഹരമായ ഈ ആർച്ച് രൂപത്തിൽ സ്ഥാപിച്ച് നെറ്റൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ വള്ളിപ്പടപ്പുകളൊക്കെ വളർത്തിയ മനോഹരമായിട്ടുള്ളൊരു വഴിയാണ് മാത്തേറൻ്റെ എൻട്രൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മാത്തേറിൽ നിന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത കിടിലൻ യാത്രാ വീഡിയോസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ കൂട്ടുകാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാത്തേറിനോട് വിട വാങ്ങി ഇപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടാണ്. ഇവിടെ ധാരാളം ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.